ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് ഒത്തിരി സ്ത്രീകൾ പറയുന്നൊരു ബുദ്ധിമുട്ടാണ് പീരീഡ്സ് കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഫ്ലോ കിട്ടുന്നില്ല. ആ ഒരു 28 ഡേയ്സ് സൈക്കിൾ അല്ല, അവർക്ക് പിന്നെയും ആ ഒരു സൈക്കിള് മുന്നോട്ട് പോയി പോകുന്നു. ബ്ലീഡിങ് ആയാലും ഹെവി ആയിട്ട് കാണിക്കുന്നു. ചില ആളുകൾക്ക് സ്കാൻഡി ബ്ലീഡിങ് ഉണ്ടാവുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഇന്ന് ഒത്തിരി സ്ത്രീകൾ അലട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പം 28 ഡേയ്സ് സൈക്കിളാണ്. അതിൽ ആദ്യത്തെ 14 ദിവസം എന്ന് പറയുമ്പം അതായത് ഓവറിയിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അണ്ടം റിലീസ് ചെയ്തിട്ട് വിത്തിൻ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ, ആദ്യത്തെ ആ ഒരു 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു യൂട്രസിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു, യൂട്രസിലേക്ക് എത്തുന്നു ആദ്യത്തെ 14 ദിവസത്തിൻ്റെ ഉള്ളിൽ. പിന്നത്തെ 14 ദിവസമാണ് അതായത് ഫസ്റ്റ് 14 ഡേയ്സിൻ്റെ ആണ് ഓവുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 14 ഡേയ്സിലാണ് അത് ഷെഡ് ചെയ്ത് പോകുന്നത്. അതായത് എൻഡോമെട്രിയൽ തിക്കനിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഷെഡ് ചെയ്ത് അതോടൊപ്പം തന്നെ ഈ ഒരു ഓവവും അതിനോടൊപ്പം റിലീസ് ചെയ്ത് പോകുന്നു. ആ ഒരു നെക്സ്റ്റ് 14 ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമുക്കൊരു മെൻസ്ട്രേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഇതാണൊരു നോർമൽ സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ചില സ്ത്രീകൾ പറയും 28 ദിവസമല്ല, ചിലർക്ക് 30 ദിവസവും അതിൽ കൂടുതൽ 35 ദിവസവും ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരു 3 മാസത്തിൽ കൂടുതൽ നമുക്ക് പീരീഡ്സ് ഇറഗുലർ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 3 മാസം അടുപ്പിച്ച് നിങ്ങൾക്ക് പീരീഡ്സിന് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ വയറിൻ്റെ ഒരു സ്കാനിങ് എടുക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഒരു എക്സ്ട്രാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റിൻ്റെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് ഈ ഒരു സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു ഇറഗുലർ പീരീഡ്സിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പം മെയിൻലി നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നം മൂലം നിങ്ങളുടെ ശരീരത്തിൽ ഒത്തിരി ഹോർമോണൽ ഇംബാലൻസ് വരും. നമുക്കറിയാം, ഈ ഒരു പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ വേരിയേഷൻസ് നല്ല രീതിയിൽ നടക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ സ്ട്രെസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എഗെയിൻ ആ ഒരു സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ കോർട്ടിസോൾ പ്രൊഡക്ഷൻ അധികമാവും. അപ്പോൾ നമുക്ക് പിന്നെയും ആ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മുലയൂട്ടുന്ന സ്ത്രീകളിൽ, അതായത് ലാക്ടേറ്റിംഗ് വുമൺസിലൊക്കെ ഇത്തരം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില സ്ത്രീകൾ, അതായത് ഒരു അബോർഷൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും ഇത്തരം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ജസ്റ്റ് ഒരു കണ്ടീഷൻസ്, ജസ്റ്റ് ഒരു സിംറ്റംസ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഇറഗുലാരിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ച് കാരണങ്ങൾ മാത്രമാണ്. നമുക്കൊരു അസുഖം എന്ന് പറയുമ്പം എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ആണെങ്കിൽ നമുക്ക് ഇത്തരം ഇറഗുലാരിറ്റീസ് കാണപ്പെടാം. അതേപോലെ തന്നെ ഒരു 40 അല്ലെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇതേപോലെ തന്നെ ഒരു ഇറഗുലാരിറ്റി കാണുകയാണെങ്കിൽ അവരെ ബോഡി ഒരു മെനോപോസ് സ്റ്റേജ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രീ മെനോപോസൽ സിംറ്റംസ് ആണ് ഈ ഒരു ഇറഗുലാരിറ്റി ഇൻ പീരീഡ്സ് എന്ന് നമുക്ക് പറയാം. അതായത് ആ ഒരു ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുമൂലം അവർക്ക് പീരീഡ്സിൽ ഇറഗുലാരിറ്റി കാണിച്ചെന്ന് വരാം. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ബർത്ത് കൺട്രോൾ പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരം പിൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഇത്തരം പീരീഡ്സിൽ ഇറഗുലാരിറ്റി കണ്ടെന്ന് വരാം. അതേപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ടും വർക്കൗട്ട്, നമ്മളെ ബോഡിക്ക് എഗെയിൻ ആ ഒരു വർക്കൗട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും നമുക്ക് ഇത്തരം പീരീഡ്സിൽ ഇറഗുലാരിറ്റി എന്ന് വരാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു അസുഖം മൂലമായിരിക്കാം നമുക്ക് ഇറഗുലാരിറ്റി എന്ന് പറയാം. അതിൽ ആദ്യത്തേതാണ് നമുക്ക് PCOD, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഓവറിൻ്റെ അകത്ത് ചെറിയ വെള്ളക്കുമിളകൾ രൂപപ്പെടുന്നത്. അതുമൂലം കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ നടന്നാലും ഒരു ഇമ്മച്വർ എഗ് ആയിരിക്കും നമ്മളെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്.
അപ്പോൾ അതുമൂലം അത്തരം ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ അത്തരം കണ്ടീഷൻസ് നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാം. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻസ് എന്ന് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് യൂട്രസിലോ അല്ലെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലോ ഓവറീസിൻ്റെ അകത്തോ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ STD പോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ആ ഒരു ഓർഗൻസിനൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ഇറഗുലാരിറ്റി അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി സ്ത്രീകളിൽ കണ്ടെന്ന് വരാം. അതേപോലെ തന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് തൈറോയിഡിൽ ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസ്, എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം അതേപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷൻസിൽ. അപ്പോൾ ഈ ഒരു അസുഖം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ടും നമുക്ക് ഇത്തരം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കണ്ടെന്ന് വരാം. അതേപോലെ തന്നെ അമിത വണ്ണുള്ള ആളുകൾക്ക്, അതായത് പ്രമേഹ രോഗികൾക്കൊക്കെ ആയാലും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ബോഡിയിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ടും നമുക്ക് ഇത്തരം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി കണ്ടെന്ന് വരാം. അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് സ്ത്രീകളിൽ ഈ ഒരു പീരീഡ്സ് ഇറഗുലാരിറ്റി അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീൻ്റെ റീസൺസ് ആയിട്ട് നമുക്ക് പറയാം. ഇത്തരം സിംറ്റംസ് അല്ലെങ്കിൽ ഇത്തരം ഇറഗുലാരിറ്റീസ് നിങ്ങൾക്ക് കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ്. ഒരു ഇറഗുലാരിറ്റി കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വെറീഡ് ആവാതെ നമ്മളെ ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും അതേപോലെ തന്നെ നമ്മൾ ഉറക്കവും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം അമിതവണ്ണമാണ് ഒരുവിധം എല്ലാ അസുഖത്തിൻ്റെ ഒരു മൂലകാരണം നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ വെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഡയറ്റിലായാലും ഒരു മിതമായ രീതിയിലുള്ള ഡയറ്റ്, അതായത് കലോറീൻ്റെ അളവ് കഴിവതും കുറയ്ക്കുക, പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നല്ല രീതിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം അവക്കാഡോ എന്ന് പറയുന്നത് സ്ത്രീകളിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അയേൺ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അനീമിയൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു അനീമിയ അല്ലെങ്കിൽ നമുക്ക് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമൂലം നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അതുമൂലം നമുക്ക് ഹെവി ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും. അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കും, രക്തത്തിൽ അയേണിൻ്റെ അളവ് കുറയും, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു കോസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അയേൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. തൈറോയിഡിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങളാണ് ഈ ഒരു അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കോസ് ആദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഇറഗുലാരിറ്റി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.